രണ്ട് പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തിയിരുന്ന അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ ചിന്നക്കനാലിൽ നിന്ന് കാടുകടത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. വലിയ പ്രതിഷേധങ്ങളും കോടതി വ്യവഹാരങ്ങൾക്കും ഒടുവിലായിരുന്നു അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയത്. ആനയിറങ്കൽ ഡാമിൽ കുളിച്ചും തേയിലക്കാടുകൾക്കിടയിൽ ഉറങ്ങിയും കാട്ടുകൊമ്പൽ നാട്ടിൽ മതിച്ചു വാണിരുന്ന കാലം. അതിനിടയിൽ എപ്പോഴോ അരിയുടെ രുചി പിടിച്ചു. പിന്നെ കൊമ്പൻ അരി തേടിയുള്ള യാത്ര തുടങ്ങി. 100-ലധികം വീടുകളുടെ അടുക്കള പൊളിച്ചു. പന്നിയാറിലെ റേഷൻ കടയിലെ നിത്യ സന്ദർശകനായി. ഇതോടെ കാട്ടുകൊമ്പന് പേര് അരിക്കൊമ്പൻ എന്നായി. അരി തേടിയുള്ള യാത്രക്കിടയിൽ നിരവധി മനുഷ്യജീവനുകളും അരിക്കൊമ്പൻ കവർന്നെടുത്തു. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെട്ടതോടെ പ്രതിഷേധം ശക്തമായി. ഒടുവിൽ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിച്ചുമാറ്റുവാൻ സർക്കാർ തലത്തിൽ തീരുമാനം. 2023 ഏപ്രിൽ മാസം ആദ്യം അരിക്കൊമ്പൻ ദൗത്യത്തിലേക്ക് കടക്കുവാൻ വനംവകുപ്പ് തീരുമാനിച്ചു. എന്നാൽ മൃഗസ്നേഹികൾ പരാതിയുമായി രംഗത്തെത്തി. ഇതോടെ മയക്കുവെടി വയ്ക്കുന്നതിന് കോടതിയുടെ താൽക്കാലിക വിലക്ക്. കോടതി ഉത്തരവിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം. തലസ്ഥാനത്തടക്കം അരിക്കൊമ്പന് വേണ്ടി മൃഗസ്നേഹികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒടുവിൽ ഒരു മാസക്കാലത്തെ പ്രതിഷേധങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് 2023 ഏപ്രിൽ 29 അരിക്കൊമ്പൻ ദൗത്യം നടത്തുന്നത്. രാവിലെ 6:45 ആരംഭിച്ച ദൗത്യം അവസാനിക്കുന്നത് വൈകിട്ട് 6:30. ഒടുവിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെയുള്ള യാത്ര. ഈ യാത്രയും വിവാദമായി. റോഡിനെ ചൊല്ലിയുള്ള വിവാദം തിരഞ്ഞെടുപ്പിൽ പോലും ചർച്ചയായി. അരിക്കൊമ്പൻ പോയതിനു ശേഷം വീടുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് അറുതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. കഴിഞ്ഞ ഒരു മാസം പോകുന്നതാണ് എൻ്റെ തൊട്ടടുത്തുള്ള ആ വീട് കുത്തി നശിപ്പിച്ചു. രണ്ടാമത് ഈ കടലിലേക്ക് കയറാനുള്ള പരിശ്രമത്തിലാകുമ്പോൾ ഇവിടെ ഈ ലൈറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് മിനിക്കൊട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് കയറുന്നില്ല. എന്നാലും ഇതിൽ മിക്കവാറും വന്നിട്ടുണ്ട് തുമ്പി കയറി ഇങ്ങനെ ആണ് ശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത്. 18ഓളം കാട്ടാനകളാണ് ചിന്നക്കനാലിലുള്ളത്. ഇതിൽ ആക്രമണകാരികളായ ചക്കക്കൊമ്പനെയും മുറിവാലനെയും ഇവിടെ നിന്ന് പിടിച്ചുമാറ്റണമെന്ന ആവശ്യവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ശാന്തൻപാറ ഈ ചിന്നക്കനാൽ മേഖലയും ബിയൽറാം മേഖലയൊക്കെ ഈ കണ്ടമാനം ഈ ഏലമൊക്കെ നശിപ്പിച്ച് കൃഷിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചക്കക്കൊമ്പനെ പിടിച്ച് മാറ്റിത്തരണം. അരിക്കൊമ്പന്റെ മലയിറക്കം കഴിഞ്ഞ ഒരു വർഷം പിന്നിടുമ്പോഴും ചിന്നക്കനാലിലെ കാട്ടാന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ആക്രമണകാരികളായ മറ്റ് 2 കൊമ്പന്മാരെ കൂടി പിടിച്ചുമാറ്റണമെന്ന ആവശ്യവും ഇവിടെ ഉയരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.